3 പേരും കൂടി ഒരു ബെഡിൽ കിടന്നിട്ട് ഭയങ്കര തമാശകൾ പറഞ്ഞ് ചിരിക്കുകയാണ്. അതെന്തൊക്കെയോ ഡബിൾ മീനിങ്ങിലുള്ള വാക്കുകളാണെന്ന് തോന്നുന്നു. അതിൽ ഇങ്ങനെ ആ നെവിനോട് പറയുന്ന ആ ഒരു രീതി കാണുമ്പോഴേ നമുക്ക് വല്ലാഴിയെ തോന്നും. പിന്നെ ഇവരുടെ ഒരു രീതിയാണല്ലോ ഇത്. അപ്പോൾ ആ ഒരു സൈഡിലായിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇരിപ്പുണ്ട്. അനീഷ്, അനുമോള് ഒക്കെ ഉണ്ട് അവിടെ. അപ്പം കുമരകത്ത് പോകുന്നതും നമ്മുടെ എന്താ പറയുക, മറ്റൊരു ബിഗ് ഹൗസായിട്ട് നമുക്ക് ഒരു ഹൗസ് ബോട്ടൊക്കെ എടുത്തിട്ട് യാത്ര ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഇവർ പറയുന്നുണ്ട്. സാവുമാനൊക്കെ ഭയങ്കര സന്തോഷിച്ചിരിക്കുക. ഇവർക്കൊക്കെ ഉള്ള പുറത്തുള്ള പേരെന്തുവാണെന്നും ഇവരെ പറ്റി പബ്ലിക്കിനുള്ള ഇതെന്തുവാണെന്നും ഒന്നും സാവുമാൻ അറിയുന്നില്ലല്ലോ. സാബുമാൻ ഇന്നലെ ഇരുന്നിട്ട് നമ്മുടെ അനുമോളെയൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. ആതിരയുടെ വാക്ക് കേട്ടിട്ടാണ് സാവുമാൻ അങ്ങനെ ഒരു നെഗറ്റീവ് അനുമോളെ പറ്റി പറഞ്ഞത്. എന്നിട്ട് ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിലും അനുമോളെ പറ്റി മോശമായിട്ടാണ് ആതിര സംസാരിച്ചത്. അപ്പോൾ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ആൾക്കാർ. പിന്നെ ഇപ്പം ഫൈനൽ 5-ലൊക്കെ വരാൻ പോകുന്നതും ഇവരൊക്കെയാണ്. അപ്പോൾ ഇവരുമായിട്ട് നല്ലതായിട്ട് മുന്നോട്ട് പോകാമെന്നൊക്കെ ഉള്ളത് വെച്ചിട്ട് സാവുമാനങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് സംസാരിക്കുകയാണ്. ഭയങ്കര തമാശ, ബഹളം, ഭയങ്കര എൻജോയ്മെൻറ്റ്. 2 പേര് മാത്രം ഇവരൊക്കെ പറയുന്നത് മൊത്തം കേട്ടുകൊണ്ട് സൈഡിലിരിപ്പുണ്ട്, അനുമോളും അനീഷും. നെവിനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിട്ട് നമ്മുടെ അനുമോളെ എന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഇവരിരുന്ന് ചിരിക്കും 3 പേരും കൂടെ. അപ്പോൾ അനുമോൾ ഇങ്ങനെ നോക്കും, ഇവരെന്തിനാണ് വിളിച്ചതെന്ന്. കളിയാക്കുകയാണ് അനുമോളെ. എന്നിട്ട് അനുമോൾ ചിരിക്കുന്നുമില്ല, മിണ്ടുന്നുമില്ല, ഒന്നുമില്ല. ഒരു റിയാക്ഷനും ഇല്ലാത്ത പോലെ അനുമോൾ സൈഡിലിരിപ്പുണ്ട്. ഈ കൊച്ചിന് ഇത്രയും ക്ഷമ എവിടെ നിന്ന് കിട്ടിയെന്നാണ് മനസ്സിലാവാത്തത്.